പരമ്പരാഗത കുന്തൻ നെക്ലസ്. ചില അവസരങ്ങളിൽ സാധാരണ നെക്ലസ് അണിയുന്നത് അത്ര ആകർഷകമായിരിക്കില്ല. ആ അവസരങ്ങളിൽ പരമ്പരാഗത കുന്തൻ നെക്ലസുകൾ അണിയുന്നതാണ് നല്ലത്. അവ നിർമ്മിക്കുന്നതെങ്ങനെയാണെന്ന് ഈ അധ്യായത്തിൽ പഠിക്കാവുന്നതാണ്. ലക്ഷ്യങ്ങൾ: ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണ്. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്ന വിധം. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. പ്ലെയറുകൾ, കട്ടർ. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗിയർ വയർ, വലിയ മുത്തുകൾ, ചെറിയ മുത്തുകൾ, ഗോൾഡൻ കോർഡ് വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ബീഡ്, എസ് രൂപത്തിലുള്ള ഗോൾഡൻ ഹുക്കുകൾ, പരമ്പരാഗത കുന്തൻ പീസുകൾ. നടപടി 1: ബീഡിംഗ് മാറ്റ് വിരിക്കുക. മേശയിൽ ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2: ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും മാറ്റിൽ വയ്ക്കുക. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും മാറ്റിൽ വയ്ക്കുക. നടപടി 3: ഗിയർ വയറിൽ വലിയ മുത്തുകളെ കോർക്കുക. 20 ഇഞ്ച് അളന്ന് ഗിയർ വയറിനെ മുറിക്കുക. ഗിയർ വയറിന്റെ ഒരറ്റത്ത് അധികം മുറുക്കാതെ ഒരു കെട്ടിടുക. വയറിൽ വലിയ മുത്തുകൾ കോർത്തു തുടങ്ങുക. മുത്തിട്ട് കഴിഞ്ഞാൽ ഗിയർ വയറിൽ 14 ഇഞ്ച് നീളത്തിൽ മുത്തുകളായിരിക്കും. അതിനുശേഷം ഒരു സ്റ്റോപ്പർ ബീഡ് ഗിയർ വയറിൽ ഇടുക. ഗിയർ വയറിനെ കുന്തന്റെ മൂന്നാമത്തെ ദ്വാരത്തിലൂടെ കയറ്റിവിടുക. അതിനുശേഷം ഗിയർ വയറിനെ തിരിച്ച് സ്റ്റോപ്പർ ബീഡിലൂടെ കടത്തിവിടുക. ഇനി വലിച്ചു മുറുക്കി പ്ലെയർ ഉപയോഗിച്ച് സ്റ്റോപ്പർ ബീഡിനെ അമർത്തുക. അതിനുശേഷം അവസാനത്തെ 4 വലിയ മുത്തുകളെ ഗിയർ വയറിൽ കോർക്കുക. നാലാമത്തെ മുത്തിന്റെ അടുത്തൂടെ സൂക്ഷ്മതയോടെ അധികമുള്ള വയർ മുറിച്ചു കളയുക. സ്റ്റോപ്പർ ബീഡിന് ശേഷം ഗിയർ വയറിനെ 4 മുത്തുകളിലൂടെ കടത്തിവിടുമ്പോൾ നെക്ലസിന് അത് കൂടുതൽ ബലം നൽകുന്നു. നടപടി 4: ആദ്യത്തെ കുന്തന്റെ ദ്വാരത്തിലൂടെ 3 ഗിയർ വയർ കയറ്റിവിടുക. 16 ഇഞ്ച് നീളമുള്ള 3 ഗിയർ വയറുകൾ മുറിക്കുക. സ്റ്റോപ്പർ ബീഡിലൂടെ ഒരു ഗിയർ വയർ കയറ്റിവിടുക. ഗിയർ വയറിനെ കുന്തൻ പീസിന്റെ രണ്ടാമത്തെ ദ്വാരത്തിലൂടെ കയറ്റിവിടുക. ആ ഗിയർ വയറിനെ തിരിച്ച് വീണ്ടും സ്റ്റോപ്പർ ബീഡിലൂടെ കയറ്റിവിടുക. കുന്തൻ പീസിനോട് ചേർന്ന് 3 സ്റ്റോപ്പർ ബീഡുകളെ മുറുക്കുക. അധികമുള്ള വയർ മുറിച്ചു കളയുക. നടപടി 5: ചെറിയ മുത്തുകൾ ഗിയർ വയറിൽ 4 ഇഞ്ച് വരെ കോർക്കുക. ഇനി ചെറിയ മുത്തുകൾ ഗിയർ വയറിൽ 4 ഇഞ്ച് വരെ കോർക്കുക.
നടപടി 6. രണ്ടാമത്തെ കുന്തൻ പീസിന്റെ ദ്വാരത്തിലൂടെ ഗിയർ വയർ കടത്തിവിടുക. രണ്ടാമത്തെ കുന്തൻ പീസ് എടുക്കുക. 3 ഗിയർ വയറുകൾ കുന്തൻ പീസിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദ്വാരത്തിലൂടെ കടത്തുക. അതിനുശേഷം 3 ഗിയർ വയറുകളും കുന്തൻ പീസിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദ്വാരത്തിലൂടെ എതിർ ദിശയിലേക്ക് കടത്തുക. നടപടി 7. 3 ഇഞ്ച് നീളത്തിൽ ഗിയർ വയറിൽ ചെറിയ മുത്തുകൾ കോർക്കുക. 3 ഇഞ്ച് നീളത്തിൽ ഗിയർ വയറിൽ ചെറിയ മുത്തുകൾ കോർക്കുക. നടപടി 8. സ്റ്റോപ്പർ ബീഡിലൂടെയും എസ് ഹുക്കിലൂടെയും ഗിയർ വയർ കടത്തിവിടുക. 3 ഗിയർ വയറുകളും സ്റ്റോപ്പർ ബീഡിലൂടെ കടത്തിവിടുക. ഇനി 3 ഗിയർ വയറുകളും ഗോൾഡൻ എസ് ഹുക്കിലൂടെ കടത്തിവിടുക. ഇനി അവയെ തിരിച്ച് സ്റ്റോപ്പർ ബീഡിലൂടെ കടത്തിവിടുക. ഗിയർ വയറിനെ വലിച്ചു മുറുക്കിയ ശേഷം സ്റ്റോപ്പർ ബീഡിനെ അമർത്തുക. അധികമുള്ള വയർ മുറിച്ചു കളയുക. നടപടി 9. ജംപ് റിങ്ങിനെ എസ് ഹുക്കിലൂടെയും നെക്ലസ് ലൂപ്പിലൂടെയും കടത്തിവിടുക. ഒരു ജംപ് റിങ് എടുത്ത് അതിനെ തുറക്കുക. തുറന്ന ജംപ് റിങ്ങിനെ എസ് ഹുക്കിലൂടെ കയറ്റുക. ഇനി ജംപ് റിങ്ങിനെ നെക്ലസ് കോർഡിന്റെ ലൂപ്പിലൂടെ കയറ്റിവിടുക. ജംപ് റിങ്ങിനെ മുറുക്കി അടയ്ക്കുക. ഇനി വേറൊരു ജംപ് റിങ് എടുത്ത് അതിനെ തുറക്കുക. തുറന്ന ജംപ് റിങ്ങിനെ മറുവശത്തുള്ള എസ് ഹുക്കിലേക്ക് കയറ്റുക. നെക്ലസ് കോർഡിന്റെ ലൂപ്പ് എടുത്ത് അതിലൂടെ ജംപ് റിങ്ങിനെ കടത്തുക. ജംപ് റിങ്ങിനെ മുറുക്കി അടയ്ക്കുക. ഇതോടെ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കാൻ പഠിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ ഒന്ന് അവലോകനം ചെയ്യാം. നടപടി 1. ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2. ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും മാറ്റിൽ വയ്ക്കുക. നടപടി 3. ഗിയർ വയറിൽ വലിയ മുത്തുകളെ കോർക്കുക. നടപടി 4. ആദ്യത്തെ കുന്തന്റെ ദ്വാരത്തിലൂടെ 3 ഗിയർ വയർ കയറ്റിവിടുക. നടപടി 5. ചെറിയ മുത്തുകൾ ഗിയർ വയറിൽ 4 ഇഞ്ച് വരെ കോർക്കുക. നടപടി 6. രണ്ടാമത്തെ കുന്തൻ പീസിന്റെ ദ്വാരത്തിലൂടെ ഗിയർ വയർ കടത്തിവിടുക. നടപടി 7. 3 ഇഞ്ച് നീളത്തിൽ ഗിയർ വയറിൽ ചെറിയ മുത്തുകൾ കോർക്കുക. നടപടി 8. സ്റ്റോപ്പർ ബീഡിലൂടെയും എസ് ഹുക്കിലൂടെയും ഗിയർ വയർ കടത്തിവിടുക. നടപടി 9. ജംപ് റിങ്ങിനെ എസ് ഹുക്കിലൂടെയും നെക്ലസിന്റെ ലൂപ്പിലൂടെയും കടത്തിവിടുക. പരമ്പരാഗത കുന്തൻ നെക്ലസ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി.